തിരുവനന്തപുരം വിതുര സർക്കാർ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ഗുളികയിൽ മുട്ടുസൂചി കണ്ടെത്തിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. നിജസ്ഥിതി കണ്ടെത്തണമെന്ന പൊതുപ്രവർത്തകന്റെ പരാതിയിലാണ് കേസ്. ചൊവ്വാഴ്ചയിലെന്ന് ഞാൻ ആശുപത്രിയിൽ പോയി. വൈകുന്നേരം രാത്രി പോയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് വന്ന് വെപ്രാളത്തിൽ ശ്വാസം മുട്ടുള്ള വെപ്രാളത്തിൽ ഒരു ഗുളിക ഞാൻ തിന്ന്. ഒരു ചെറിയ ഗുളിക ഒരു വലിയ ഗുളിക ഞാൻ തിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ ഒരെണ്ണം തിന്നു. പിന്നെ ഞാൻ ഗുളിക എടുത്ത് പൊട്ടിച്ചപ്പോൾ ഒന്നിന് പകുതിയേ ഉള്ളൂ പൊടി. ഞാൻ അടപ്പ് തുറന്നു നോക്കി. അപ്പം അതിൽ തുറന്നു നോക്കിയപ്പിട്ട് ഞാൻ കയ്യിലെടുത്തത് ഒരു ഇരുമ്പ് തുണ്ട്. പിന്നെ ഞാൻ അത് ആ സംശയത്തിന്റെ പുറത്ത് പിന്നെ അടുത്തതും കൂടെ പൊട്ടിച്ചു. അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോൾ അതിൽ മരുന്നുണ്ടായിരുന്നു. ഞാൻ കൈ തട്ടിയപ്പോൾ അതിൽ മുള്ളാണ്. മൂന്നാമത് ഒരെണ്ണം പൊട്ടിച്ച് മൂന്നാമത്തേലും മുള്ളാണ്. പിന്നെ നാലാമത് ഒരെണ്ണം പൊട്ടിച്ചില്ല. അപ്പം ഞാൻ കഴിച്ച രണ്ടെണ്ണത്തിലും ഉണ്ടാന്ന് എനിക്കറിഞ്ഞു. വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നു. വിനയ, ഗുളികയ്ക്കുള്ളിൽ നിന്ന് മുട്ടുസൂചിയൊക്കെ ലഭിക്കുക എന്നൊക്കെ പറയുന്നത് ഗുരുതരമായൊരു ക്രമക്കേടാണ്. എന്തായാലും ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ നമ്മളും കാത്തിരിക്കുകയാണ്. പൊതുപ്രവർത്തകന്റെ പരാതിയിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിതരണം ചെയ്ത ഈ ഗുളികയിൽ മുട്ടുസൂചി കണ്ടെത്തിയത് വലിയ വിവാദത്തിന് കാരണമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പ് അടക്കം തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും അന്വേഷണങ്ങൾ നടത്തുകയടക്കം ചെയ്തിരുന്നു. പിന്നീടാണ് ഈ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴെന്തായാലും ഈ മുട്ടുസൂചി കണ്ടെത്തിയെന്ന വ്യാജ പരാതിയിൽ വേണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ വകുപ്പ് DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. രേഖാമൂലമാണ് പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത് ഈ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയമുണ്ട്. അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ പരാതി നൽകിയിരിക്കുന്നത്. ഈ സർക്കാർ വിതരണം ചെയ്യുന്ന മരുന്ന് സംവിധാനത്തെ ഈ തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നു. ഈ പൊതുപ്രവർത്തകരും പരാതി നൽകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ മുട്ടുസൂചി കണ്ടെത്തിയതിൽ വ്യാജ പരാതിക്കെതിരെ പൊതുപ്രവർത്തകന്റെ പരാതിയിലും ഇപ്പോൾ വിതുര പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിജസ്ഥിതി കണ്ടെത്തണമെന്ന പൊതുപ്രവർത്തകന്റെ പരാതിയിലാണ് ഇപ്പോൾ വിതുര പോലീസും കേസെടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ്, ഈ വ്യാഴാഴ്ചയായിരുന്നു ഇത്തരത്തിൽ മുട്ടുസൂചി അല്ലെങ്കിൽ ഈ ഗുളികയിൽ മുട്ടുസൂചി കണ്ടെത്തിയെന്ന ഒരു പരാതി വരുന്നത്. ശ്വാസമുട്ടലിന് ചികിത്സ തേടിയ ഈ മേലേമല സ്വദേശി വസന്തയ്ക്ക് നൽകിയ ഗുളികയിലായിരുന്നു ഈ മുട്ടുസൂചി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ദൃശ്യങ്ങളടക്കം തന്നെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചയായതിന് പിന്നാലെയായിരുന്നു ഈ ആരോഗ്യ വകുപ്പ് അടക്കം അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ അന്വേഷണത്തിലും തെളിവെടുപ്പിലും അടക്കം ഈ പരാതിയിൽ പിന്നീട് കഴമ്പില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. ഈ പരാതിക്കാരിയുടെ കൈവശമുണ്ടായിരുന്ന ബാക്കിയുള്ള ഗുളികകളിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ കണ്ടെത്താത്ത സാഹചര്യത്തിലാണ് ഇതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ആരോഗ്യ വകുപ്പും DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ പൊതുപ്രവർത്തകരുടെ പരാതിയിൽ വിതുര പോലീസും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കാളിദാസ്, അത് തന്നെയാണ്. എന്തായാലും നിജസ്ഥിതി കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. വ്യാജ പരാതിയാണോ എന്നുള്ള തരത്തിലൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ അന്വേഷണ പുരോഗതികളെല്ലാം നമുക്കറിയാൻ സാധിക്കും. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.